Dear students, in the last section we have seen that what is meant by a vector space, and we also discussed some examples of vector spaces. Now in this section we will discuss some basic concepts in the study of vector spaces. So first we consider a subspace of a vector space. Okay, so definition: let V be a vector space over the field F. A subspace of V is a subset W of V which is itself a vector space over F with the operations of vector addition and scalar multiplication on V. Okay, so we have V is a vector space over the field F. So that means we have a vector addition and scalar multiplication on V. Now a subset W of V is said to be a subspace of V which itself a vector space over F with the operation of vector addition and scalar multiplication on V. ഇപ്പോൾ V എന്നുള്ളൊരു വെക്ടർ സ്പേസ് ആണ് ഓവർ എ ഫീൽഡ് എഫ്. ഒരു സബ്സെറ്റ് W ഓഫ് V ഒരു വെക്ടർ സ്പേസ് ആണെന്ന് പറയണമെങ്കിൽ ഈ W എന്ന് പറയുന്നത് അത് ഇറ്റ്സെൽഫ് എ വെക്ടർ സ്പേസ് ആയിരിക്കണം വിത്ത് റെസ്പെക്ട് ടു വെക്ടർ അഡീഷൻ ആൻഡ് സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ ഓൺ V. ഇപ്പോൾ നമ്മളുടെ ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട് W ഒരു വെക്ടർ സ്പേസ് ആണോ നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട്? നമുക്കറിയാം, ഫസ്റ്റ് നമ്മൾ നമ്മുടെ വെക്ടർ അഡീഷൻ അത് ക്ലോസ്ഡ് ആണെന്ന് പറയേണ്ടതുണ്ട്. ഓക്കെ, സോ എ സബ്സെറ്റ് W of V is a subspace if for each alpha and beta in W the vector alpha plus beta is again in W. That means closed with respect to the vector addition. Okay, and also zero vector is in W. അതുപോലെ തന്നെ for each alpha in W the vector minus alpha is in W. ഓക്കെ, അപ്പോൾ എന്തൊക്കെയായി? നമ്മൾ വെക്ടർ അഡീഷൻ ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ അഡിറ്റീവ് ഐഡൻറ്റിറ്റി ഡബ്ല്യൂയിലുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഫോർ ഈച്ച് ആൽഫ ഇൻ W അതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സും ഡബ്ല്യൂയിലുണ്ടെന്ന് പറഞ്ഞു. നെക്സ്റ്റ് നമ്മുടെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഫോർ ഈച്ച് ആൽഫ ഇൻ W ആൻഡ് ഈച്ച് സ്കേലാർ C ദ വെക്ടർ C ആൽഫ ഈസ് ഇൻ W. സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ക്ലോസ്ഡ് ആണെന്ന് കാണിക്കണം. ബാക്കിയുള്ള നമ്മളുടെ പ്രോപ്പർട്ടീസ്, അതായത് നമ്മളുടെ ഫസ്റ്റിലുള്ള അബിലിയൻ ഗ്രൂപ്പ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? കമ്മ്യൂട്ടേറ്റിവിറ്റി ആൻഡ് അസോസിയേറ്റിവിറ്റി ഓഫ് വെക്ടർ അഡീഷൻ. അതുപോലെ തന്നെ അതിന് ശേഷം വരുന്ന പ്രോപ്പർട്ടീസ്, അതായത് ഇപ്പോൾ ഇവിടെ ഈ കമ്മ്യൂട്ടേറ്റിവിറ്റി അതുപോലെ തന്നെ അസോസിയേറ്റിവിറ്റി, അതിന് ശേഷം വരുന്ന ഫോർത്ത് നമ്മുടെ പ്രോപ്പർട്ടി കംപ്ലീറ്റ്. അപ്പോൾ ഇത് എന്താവും? ഓട്ടോമാറ്റിക്കലി സാറ്റിസ്ഫൈ ചെയ്യും. കാരണം സിൻസ് ദീസ് ആർ പ്രോപ്പർട്ടീസ് ഓഫ് ദ ഓപ്പറേഷൻസ് ഓൺ V. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മുടെ Vൻ്റെ ഒരു സബ്സെറ്റ് W ഒരു സബ്സ്പേസ് ആവുമോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ, അതായത് അത് ഇറ്റ്സെൽഫ് എ വെക്ടർ സ്പേസ് ആവുമോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രൂവ് ചെയ്യേണ്ട ആക്സിയംസ് ഇതൊക്കെയാണ്. അപ്പോൾ ഇനി വേറെ എന്തെങ്കിലും ഒരു ഷോർട്ട് മെത്തേഡ് ഉണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. സോ വി ഹാവ് എ തിയറം നമ്പർ 1. എ നോൺ എംപ്റ്റി സബ്സെറ്റ് W of V is a subspace of V if and only if
for each pair of vectors alpha, beta in W and each scalar C in F, the vector C alpha plus beta is again in W. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ ഡയറക്റ്റ് ചെക്ക് ചെയ്തു. ഇനി ഈ തിയറം പറയുന്നത് ഒരു നോൺ എം ടി സബ്സെറ്റ്, പ്രത്യേകം ശ്രദ്ധിക്കണം, നോൺ എം ടി സബ്സെറ്റ് W ഓഫ് V, ഒരു വെക്റ്റർ സ്പേസിൻ്റെ ഒരു നോൺ എം ടി സബ്സെറ്റ് ആ വെക്റ്റർ സ്പേസിൻ്റെ സബ്സ്പേസ് ആണെന്ന് പറയുകയാണെങ്കിൽ if and only if for each pair of vectors alpha, beta in W and each scalar C in F, the vector C alpha plus beta is again in W. അപ്പോൾ ഇത് മാത്രം നമ്മൾ ചെക്ക് ചെയ്താൽ മതി. ഒരു സബ്സെറ്റ്, ഒരു നോൺ എം ടി സബ്സെറ്റ്, ഒരു വെക്റ്റർ സ്പേസിൻ്റെ നോൺ എം ടി സബ്സെറ്റ് അതിൻ്റെ സബ്സ്പേസ് ആവോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ if and only if ആണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ പെർട്ടിക്കുലർ വെക്റ്റർ സ്പേസിൻ്റെ ഒരു സബ്സ്പേസ് ആയിരിക്കും. ഇനി സബ്സ്പേസ് ആണെങ്കിൽ ഈ സി ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ സപ്പോസ് ദാറ്റ് W is എ നോൺ എം ടി സബ്സെറ്റ് ഓഫ് V നമ്മൾ അസ്യൂം ചെയ്തു. ഓക്കെ, such that C alpha plus beta belongs to W. അപ്പോൾ നമുക്ക് കാണേണ്ടത് this is for all alpha beta in W and scalars C in F. So now we want to show that this W is itself a vector space. Okay, so since W is non-empty, so W will at least ഒരു element എങ്കിലും ഉണ്ടാവും. We take that is this row, and hence we have C in F for all scalar C in F. So F is a field, so -1 belongs to F. Okay, and also we have this condition C alpha plus beta in W where C belongs to F. In particular we have -1 belongs to F. Okay, so we have -1, row belongs to W, so plus row. So what is this? This is actually equal to 0. So by our assumption this belongs to W. Okay, so we have 0 belongs to W. Now then if alpha is any vector in W, alpha belongs to W, and C is any scalar, okay, then the vector C alpha, which is equal to C alpha plus 0. Why? Because we have alpha belongs to W and 0 belongs to W, C belongs to F. Our assumption is C alpha plus beta belongs to W. So we have C alpha plus 0 which belongs to W. C alpha plus 0 means C alpha. So this means C alpha belongs to W. Okay. Now in particular we take C belongs to F. This means -1 belongs to F. So in particular -1 into alpha. This is actually minus alpha which is in W. Okay. Now finally if alpha and beta are in W, then alpha plus beta which is equal to 1 into alpha plus beta in W. So നമ്മൾ എന്താ കണ്ടു? ഈ ലാസ്റ്റ് കണ്ടീഷൻ പറയുന്നത് വെക്ടർ അഡീഷൻ ഈസ് ക്ലോസ്ഡ് ഇൻ W ഒന്നായി. അതിന് പിന്നെ പറഞ്ഞത് ഇവിടെ നമ്മൾ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ C ആൽഫ ബിലോങ്സ് ടു W അതും ക്ലോസ്ഡ് ആണ്. അതുപോലെ തന്നെ അഡിറ്റീവ് ഐഡൻറ്റിറ്റി 0 ബിലോങ്സ് ടു W അത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ നമ്മൾ ഏതൊരു വെക്ടർ എടുത്തു കഴിഞ്ഞാലും Wയിലെ എലമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാലും എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് അതിലുണ്ടെന്ന്
നമ്മൾ കാണും. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് നേരത്തെ ചെക്ക് ചെയ്യുന്ന കേസുകൾ എല്ലാ ആക്സിയംസും ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? W ഈസ് എ സബ്സ്പേസ് ഓഫ് V. കാരണം W ഈസ് ഇറ്റ് സെൽഫ് എ വെക്ടർ സ്പേസ് വിത്ത് റെസ്പെക്ട് ടു the scalar multiplication and vector addition, which is already defined in V. Okay. Now conversely, suppose W is a subspace of V. So we want to show that W is a so this means W is a vector space. We want to show that C alpha plus beta belongs to W. Okay. So alpha, if we take alpha and beta in from W and C is a scalar, okay, so this implies C alpha plus beta in W. Another W is a vector space. I'm going to assume that W is a subspace of V, so that means W is itself a vector space. Okay, so vector space ayadonde W is closed under addition. Okay, and also scalar multiplication. So we have C alpha plus beta is in W. Okay, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്നുള്ളത് എന്തായിരിക്കണം? W is a non-empty subset of V such that C alpha plus beta is V for all alpha and beta in W and all C in F. അപ്പം എങ്ങനെയാണെങ്കിൽ W is a itself a vector space. അതുകൊണ്ട് നമുക്ക് സബ്സ്പേസ് ആണെന്ന് പറയും. So now consider some examples. First example, if V is any vector space, then V is a subspace of V. നമുക്കറിയാം ഒരു സെറ്റ് അതിൻ്റെ സബ്സെറ്റാണ്. അപ്പോൾ നമ്മളങ്ങനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു സബ്സെറ്റ് അതും വെക്ടർ സ്പേസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് V is itself a subspace, which is trivial. Similarly, the subset consisting of the zero vector alone is a subspace of V. നമ്മൾ നേരത്തെ പറഞ്ഞ ആ തിയറം എന്തൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് നമുക്ക് ചെക്ക് ചെയ്ത് വളരെ ഈസി ആയിട്ട് കാണാൻ പറ്റും. സോ ഇത് ഈ ലാസ്റ്റ് പറഞ്ഞ സബ്സ്പേസ് സീറോ സബ്സ്പേസ് ഓഫ് V എന്ന് പറഞ്ഞു. സോ ദീസ് ആർ ടു ട്രിവിയൽ സബ്സ്പേസസ്. ഓക്കെ, നൗ കൺസിഡർ എ സിമ്പിൾ എക്സാമ്പിൾ. Suppose we take V equal to R2. So V is a vector space over R, and take W as pair 0x such that x belongs to R. Okay, then clearly we have W is a subset of V. Okay, and also W is non-empty. Okay, why? Because we have 0 0 belongs to this W, which is clear. Now we want to check whether this W is a subspace of V. Okay, so for this we take alpha. Let alpha, which is equal to 0x1, we take alpha from W. So alpha in the form 0x1, and another vector beta, which is of form 0x2. Okay, so these are in W, and C belongs to our field R. Then in order to show W is a subspace of V, we want to show that C alpha plus beta belongs to W. So we have C alpha plus beta. What is this? C into what is alpha? Alpha equal to 0x1 plus beta 0x2. Okay, this is actually 0 C x1 plus x2.
Okay, so it is clear that we have Cx1 plus x2 belongs to R. So from the definition of W, we have this belongs to W, and therefore W is a subspace of R2. Okay, W is a R2. Okay, now consider the example B. In Fn means the set of n tuples. Okay, x1, x2, etc., xn. Then the set n tuples x1, x2, etc., xn with x1 equal to 0 is a subspace. Okay, so we have a set, say W1, okay, which is of the form, here we have x1 equal to 0, so this is equal to etc., xn. Okay, so first component of our n tuple is 0, such that xi belongs to our F. Okay, so which is a subspace. However, the set of n tuples with x1 equal to 1 plus x2. So first component is 1 plus x2 is not a subspace where n greater than or equal to 2. So we have W2, which is equal to n tuple in the first 1 plus x2. So 1 plus x2, then x2, etc., x. Okay, such that for all xi belongs to F. Then this W2 is not a subspace of Fn. Okay, not a subspace of Fn. Why? Because it cannot be a vector space, because 0 does not belongs to W2. You can check, you can verify this. Okay, but we have W1 is a vector space of W1 is a subspace of Fn. W1 is a this is actually a subspace of Fn over R. You can easily verify. Similarly, you can verify other examples also. The space of polynomial functions over the field F is a subspace of the space of all functions from F into F. Next example, an n by n square matrix A over the field F is symmetric if Aij equal to Abi for each ij. The symmetric matrices from a subspace of the space of all n by n matrices over F. Okay, then next example E. So you just read these examples and check whether these are subspaces or not. Okay, then we have example 7. Okay, so after completing the nodes of subspaces, you just prove this theorem 1 and then complete this example 6 and example 7. Okay, thank you.